എന്തുവാ നമ്മളറിയാതെ ഒരു ചർച്ചയൊക്കെ. സഞ്ജു ടെക്കി തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനുണ്ട്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. സഞ്ജു ടെക്കി, താങ്കളെ ഒരു പരിപാടിയിൽ, കുട്ടികളുടെ പരിപാടിയിലേക്ക് താങ്കൾക്ക് ക്ഷണം കിട്ടിയിരുന്നു അല്ലേ? എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കും. ഇത് എന്റെ പഞ്ചായത്തുള്ള പരിപാടിയാണ്. എന്റെ നാട്ടിൽ തന്നെ നടക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ അടുത്തുള്ള സ്കൂള് തന്നെയാ. അപ്പൊ നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ അങ്ങനത്. പക്ഷെ ഇത് നോർമലി എന്നെ സ്കൂൾ ഫംഗ്ഷനിലും അതുപോലെ തന്നെ മറ്റുള്ള വേദികളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എന്തിന്? അത് തന്നെയാണ് ഞാനും ആലോചിക്കണതേ. ഫ്ലാഷ് ബാക്ക്. ഇതാണ് എന്റെ റിയൽ അക്കൗണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 1,10,000 രൂപ ഉണ്ട്. ഇവിടെ ഞാനിപ്പോ ഒരു 4,000 രൂപയാണ് വെച്ച് കളിക്കാൻ പോണത്. ഓക്കെ, അതേ പ്ലെയിൻ പറന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പറക്ക് പറക്ക് പറക്ക്. ഇത് ക്രാഷ് ആണേലും മുമ്പ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, വിഡ്രോ ചെയ്യും. ഓക്കെ ഗൈസ്, കണ്ട നമുക്കിപ്പോ 11,050 രൂപ ഇട്ടിരിക്കുകയാണ്. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണോ നിൽക്കുന്നത്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. പോകുന്നുണ്ടോ അവിടെ? 2 മണിക്കാണ് പരിപാടി. ഇല്ല, എന്നോടിപ്പോ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇതേപോലെ വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് കടുത്താമാരോ പോയി. സന്തോഷമുണ്ട്. എല്ലാരും എന്തുകൊണ്ടായിരിക്കും അത്? നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ അത് കുറെ ആൾക്കാർ ഇതേപോലെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ, എന്താണ് എന്ത് ചെയ്തിട്ടോടെ ഒരു മെനയാവണില്ലല്ലോ സജി. നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പ്രഷർ ചെയ്ത് ഇതേപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നന്നാവാൻ ശ്രമിക്കും സത്യ, നന്നാവുന്നല്ലാടോ. മനം മാറിയിട്ടുണ്ടോ? മനം മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാന്ന് ഞാൻ ഓർത്തു. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. അപ്പൊ സഞ്ജു ഒരു മെസ്സേജ് ഒക്കെ പിള്ളേർക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് നീ ഇപ്പൊ യൂട്യൂബിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിള്ളേര് വേണ്ടി കണ്ടോളും. അപമാനമാണല്ലോ സഞ്ജു. വല്ലാത്ത അവസ്ഥ തന്നെ. ഒരു യൂട്യൂബറിന് ഇങ്ങനെ വരാതിരിക്കും. ടീച്ചറായി നമുക്കൊക്കെ ഇനി എപ്പോഴാണോ ഇങ്ങനെ വരാൻ പോകുന്നത്? അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജു? വിശ്വസിക്കും. ശരി, എങ്ങനെ വിശ്വസിക്കും? അതായത് ബോധ്യം വന്നു. സത്യമായിട്ട് എനിക്കിപ്പോ ഇപ്പൊ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയാം, എനിക്ക് സമൂഹം പോലും എന്നെ അക്സെപ്റ്റ് ചെയ്യണല്ലേ. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എനിക്ക് തെറ്റാണ്. എന്റെ തിരുത്തലിന് എനിക്കൊരു ഇത് തരണമല്ലോ. ഇത് ആരും എനിക്ക് ആ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കുന്നില്ല. ഇതെന്റെ കരിയറിലാണെങ്കിലും എന്നെ മാനസികമായിട്ടാണെങ്കിലും എന്നെ അത് ബാധിക്കുന്നുണ്ടത്. നിനക്കിത് വേണം? നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്കൊക്കെ എത്തിയതിനു ശേഷം നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ വീട്ടുകാരൊക്കെ ഉപദേശിച്ചോ? അപ്പോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലെ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല. നമുക്കൊരു ത്രില്ല് തോന്നത്തില്ല. ലൈഫ് സത്യമായിട്ട് എനിക്കിപ്പോ ഇപ്പൊ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയാം, എനിക്ക് സമൂഹം പോലും എന്നെ അക്സെപ്റ്റ് ചെയ്യണല്ലേ. എനിക്ക് തെറ്റാണ്. എന്റെ തിരുത്തലിന് എനിക്കൊരു ഇത് തരണമല്ലോ. ഇത് ആരും എനിക്ക് ആ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല. ചിലത് വന്ന് കയറിയ കുടുംബം നശിക്കും. ചുമ്മാ അല്ലടേ ഇത് നന്നാകാത്തത്. നന്നായി, നിനക്ക് അങ്ങനെ തന്നെ വേണം. എല്ലാം നിന്റെ വിധി.